ഹേ ഗായ്സ്, ഇപ്പോൾ സമയം 1:30 ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ എന്ത് കഴിക്കണം എന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കഴിച്ചേക്കാമെന്ന് വിചാരിച്ചപ്പോൾ പ്രകൃതി കണ്ടത്. അപ്പം ഇതാണ് പ്രകൃതി ആരോഗ്യ ഭക്ഷണശാല. നമ്മുടെ ഹൈക്കോർട്ടിനടുത്ത് തന്നെ കോമ്പാറ ജംഗ്ഷനിലാണ് കേട്ടോ ഉള്ളത്. ഇവിടെ ഉള്ളതെല്ലാം പ്രകൃതിദത്തമായ ഫുഡുകളായിരിക്കും, അതുപോലെ തന്നെ ഹെൽത്തി ആയിരിക്കും. സോ എന്ത് കഴിക്കണം എന്ന് ഞാൻ കൺഫ്യൂസ്ഡ് ആയി. അങ്ങനെ മിൽക്ക് കഞ്ഞി ഫിക്സ് ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് മിൽക്ക് കഞ്ഞി ഇവിടെ നിന്ന് കഴിക്കുന്നത്. അത് സാധാരണ ഞാൻ ചോറായിരിക്കും കഴിക്കാറ്. അപ്പം ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പാൽക്കഞ്ഞിയാണോ എന്ന്. അപ്പം അതിൻ്റെ കൂടെ ഒരു പയർ പോലത്തെ ഒരു കറിയും അതുപോലെ തന്നെ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് വരാനായിട്ട് ബീട്രൂട്ട് അച്ചാറും തന്നിട്ടുണ്ടായിരുന്നു. സോ കഞ്ഞി ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ വിചാരിച്ചതുപോലല്ല, ഭയങ്കര ടേസ്റ്റ് ആയിട്ടായിരുന്നു. ഞാൻ ഭയങ്കര കംഫർട്ടായിട്ടാണ് ഈ കഞ്ഞി കുടിച്ചത്. ശരിക്കും പറഞ്ഞൊരു കംഫർട്ട് ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ ലിസ്റ്റിൽ നമുക്ക് ചേർക്കാവുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ. ഒരു ടോക്കൺ പോലെ നമുക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടും അതിൻ്റെ ന്യൂട്രിയൻസ് വരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് കറി വെച്ച് മിക്സ് ചെയ്തിട്ട് എങ്ങനെ കഴിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന്. പക്ഷേ എനിക്ക് ടു ബി ഫ്രാങ്ക് കറിയായിട്ട് മിക്സ് ചെയ്തതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് എനിക്ക് അല്ലാതെ തന്നെ കഞ്ഞി കഴിക്കുന്നതായിരുന്നു. എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഹെൽത്തി ഫുഡ് കഴിക്കുമ്പം സ്ട്രിക്റ്റായിട്ട് അത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കും. എന്തൊക്കെ വന്നാലും ഞാൻ പ്രലോഭനങ്ങളെ അതിജീവിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ എവിടെയെങ്കിലും ഒന്ന് ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ മാറും കേട്ടോ. എന്തായാലും ഫുഡെല്ലാം ഞാൻ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് മധുരമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ ഡേറ്റ്സ് ലഡു മേടിച്ച് കഴിച്ചു. 20 രൂപയാണ്. ഈ ലഡുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് അങ്ങനെ പ്രിസർവേറ്റീവ്സോ അതുപോലെ തന്നെ ആഡഡ് ഷുഗറോ ഒന്നും ഉണ്ടാകത്തില്ല. നമ്മളപ്പം ഗിൽറ്റ് ഫ്രീ ആയിട്ട് നമുക്കൊരു എന്തെങ്കിലും ഒരു സാധനം കഴിച്ചതുപോലെയും തോന്നും. സോ ഇങ്ങനെ ഇരിക്കും ഈ ലഡു കണ്ടോ, ഭയങ്കര നാച്ചുറലായിട്ട് ജസ്റ്റ് എന്താ പറയുക, എല്ലാം കൂടെ ഒന്ന് ബോളാക്കി എടുത്ത പോലെ മാത്രം. ഈ മാസ്ക് വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊച്ചിയിൽ ഇപ്പം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്, അറിയാമോ? ഭയങ്കരമായിട്ടും പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയറാണ്. അപ്പോൾ എനിക്ക് അലർജി ഓൾറെഡി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ മാസ്ക് വെച്ച് ഇറങ്ങുക കേട്ടോ.